ഡൽഹിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 6 പേർ കൂടി കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഡൽഹി സാഹിദ് മെട്രോ സ്റ്റേഷന് സമീപത്തെ 5 നില കെട്ടിടമാണ് തകർന്നു വീണത്. അർജുൻ പീതാംബരൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഗുഡ് മോർണിംഗ്. പറയൂ അർജുൻ. എസ്കെൻ, ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇപ്പോൾ രക്ഷാപ്രവർത്തനം 12-ാം മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷേ 6 പേരോളം ഇപ്പോഴും ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു വിവരം തന്നെയാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. നമുക്ക് ആ കെട്ടിടം തകർന്നു വീണതിന്റെ നേർക്കാഴ്ചയിലേക്ക് പോകാൻ സാധിക്കും. ഇവിടേക്ക് ഇപ്പോൾ ആളുകൾക്കോ മാധ്യമപ്രവർത്തകർക്കോ പ്രവേശനമില്ല. നമ്മൾ മറ്റൊരു വഴിയിൽ പുറകിലൂടെ നടന്നു വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നേർക്കാഴ്ച പകർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തൊട്ടു മുന്നിൽ കാണുന്നതാണ് ആ തകർന്നു വീണ് കിടക്കുന്ന കെട്ടിടം. ഏകദേശം 5 നില കെട്ടിടമാണ്. ആ 5 നില കെട്ടിടം പൂർണ്ണമായിട്ടും നിലംപൊത്തിയിരിക്കുന്ന അവസ്ഥയിലാണ്. നോക്കൂ, അത് പൂർണ്ണമായിട്ടും സിമെന്റും കല്ലും അതുപോലെ തന്നെ വലിയ സ്റ്റീൽ കമ്പികളും എല്ലാം തന്നെ അവിടെ പൊളിഞ്ഞു വീണിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് മുഴുവനും ഇളക്കി മാറ്റിയ ശേഷം മാത്രമേ അകത്ത് ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കാനായിട്ട് സാധിക്കുള്ളൂ. വലിയ തോതിൽ ഫയർഫോഴ്സും അതുപോലെ തന്നെ ക്രെയിനുകളുടെ അടക്കം സഹായത്തോടു കൂടി ഡൽഹി ഡിഫൻസ് സർവീസും ഡൽഹി ഫയർഫോഴ്സും NDRF സംഘങ്ങളാണ് ഇപ്പോൾ ഈ പരിശോധന. അത് ഈ ഒരു കെട്ടിടത്തിന്റെ മുൻവശത്താണ് ആളുകൾക്ക്, ഈ രക്ഷാപ്രവർത്തകർക്ക് പ്രവേശിക്കാനുള്ള ഇടവും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ആ കെട്ടിടം തകർന്നു വീണതിന്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 2:30-3 മണിയോടെയാണ് ഏകദേശം 9 പേരെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കൊണ്ടുപോയവരിൽ പോലും പലരുടെയും കൈകളും കാലുകളും ഒടിഞ്ഞ ഒരു അവസ്ഥയാണ്. ഇപ്പോഴും 6ഓളം ആളുകൾ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് എസ്കെൻ, ഈ ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ ഒരു റെസ്റ്റോറന്റ്, ഒരു മെസ്സ് പ്രവർത്തിച്ചിരുന്നു. അത് ഈ പരിസരത്ത് നിരവധി MBBS അടക്കം കോച്ചിങ് ക്ലാസ്സുകളുണ്ട്. അവിടെയുള്ള വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു മെസ്സായിരുന്നു. ഇന്നലെ രാത്രി 7:30യോടെ പലരും ചായ കുടിക്കാനായിട്ടും അതുപോലെ ഭക്ഷണം കുടിക്കാനായിട്ടും ഇവിടേക്ക് എത്തിയിരുന്നു. അത്തരത്തിൽ എത്തിയവരും പലരും ഈ ഒരു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴെന്തായാലും ഇവിടെയുള്ള സുഹൃത്തുക്കളും മറ്റ് വിദ്യാർത്ഥികളും എല്ലാം തന്നെ പറയുന്നത്. അവരെ തേടിയടക്കം ഇപ്പോൾ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിന് മുകളിലേക്കാണ് ബാക്കി നിലകളെല്ലാം തന്നെ നിലം പൊത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം. ഒപ്പം തന്നെ ഇതിൻ്റെ 3ാമത്തെ നിലയിൽ ചില അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം തന്നെ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴിവെച്ചു എന്നുള്ള കാര്യമാണ് നിലവിൽ ഫയർഫോഴ്സിൻ്റെ എല്ലാം തന്നെ നിഗമനം. പക്ഷേ ഈ ഒരു കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം അതുപോലെ തന്നെ നിർമ്മാണത്തിലെ അപാകതകൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് വലിയ തോതിൽ ജനസാന്ദ്രതയുള്ളൊരു മേഖലയാണ്. തൊട്ടടുത്തെല്ലാം തന്നെ ഈ ഓഫീസ് സമുച്ചയങ്ങൾ, ഫ്ലാറ്റ് സമുച്ചയങ്ങൾ, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളെല്ലാം തന്നെയുണ്ട്. ഈ ഒരു കെട്ടിടം തകർന്നപ്പോൾ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന കെട്ടിടത്തിനും ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ആളപായം ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ സംഭവിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ കെട്ടിടങ്ങൾ തകരുമ്പോൾ മാത്രമാണ് ആ കെട്ടിടത്തിൻ്റെ പ്രശ്നങ്ങളും സമീപത്തുള്ള മറ്റ് കെട്ടിടത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം തന്നെ ചർച്ചയായി വരാറുള്ളതും പിന്നീട് അതിലൊരു അന്വേഷണം എല്ലാം തന്നെ വരാറുള്ളത്. ഇപ്പോഴും 12 മണിക്കൂറായിട്ടും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് വലിയ തോതിൽ തന്നെ ഒരു വീഴ്ചയായി കാണുന്നുണ്ട്. എത്രത്തോളം JCBയും അതുപോലെ തന്നെ ക്രെയിനുകളും എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യം തന്നെ നാട്ടുകാർ ചോദിക്കുന്നു. ഈ റെസ്റ്റോറൻറ്റ് നടത്തിപ്പുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. അവരടക്കം ഈ ഒരു മെസ്സിനകത്ത്, ഈ റെസ്റ്റോറൻറ്റിനകത്ത് കുടുങ്ങിപ്പോയി എന്നുള്ള കാര്യമാണ് അവരുടെ കുടുംബം ആരോപിക്കുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ ഇതിന് മറുവശത്ത് പ്രധാന കവാടത്തിന് മുന്നിൽ കാത്തു കിട്ടിക്കിടക്കുകയാണ്. തൻ്റെ ഉറ്റവർക്ക് വേണ്ടി അവരിപ്പോഴും ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട്. പക്ഷേ ഇനിയും മണിക്കൂറുകൾ ഒരു പക്ഷേ കടന്നു പോയേക്കും. ഇനിയും ഒരു സ്ഥിരീകരണം അതിനകത്ത് ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവരെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടെല്ലാം തന്നെ ഇനിയും ഒരുപാട് മണിക്കൂറുകൾ കടന്നു പോയേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഇന്നലെ രാത്രി 7:45 ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നു. ഇത് തൊട്ടടുത്താണ് സാകേത് പോലീസ് സ്റ്റേഷനുള്ളതും സാകേത് മെട്രോ സ്റ്റേഷനും ഉള്ളത്. അതുകൊണ്ട് തന്നെ അധികാരികൾ പെട്ടെന്ന് ഇവിടേക്ക് ഓടിയെത്തി. അപ്പോഴും ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കണം രക്ഷാപ്രവർത്തനം അത് എവിടെയും എത്തുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. പെട്ടെന്ന് പുറത്തെടുക്കാൻ സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ചും ഈ കെട്ടിടത്തിന്റെ പുറത്തേക്ക് തള്ളി നിന്ന് അല്ലെങ്കിൽ തെറിച്ചു വീഴുന്ന വിദ്യാർത്ഥികളെയും ആളുകളെയും കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. അവരെയെല്ലാം തന്നെയാണ് ഇന്നലെ രാത്രിയോടെ തന്നെ രക്ഷിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരിക്കുന്നത്. പക്ഷേ വലിയ തോതിൽ ആളുകൾ ഇപ്പോഴും ഇതിനകത്തുണ്ട്. ഔദ്യോഗിക കണക്കാണ് 5-6 പേര് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് എത്ര പേരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പലരും ഉറ്റവരെ കാണാനില്ല, സുഹൃത്തുക്കളെ കാണാനില്ല എന്നുള്ള കാര്യമെല്ലാം തന്നെ വന്ന് അന്വേഷണം നടത്തുന്നവരുണ്ട്, അധികാരികളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇതിൽ കൃത്യമായിട്ടുള്ള മറുപടി ആർക്കും ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ്. വാർ ഫൂട്ടിംഗ് ആയിട്ടുള്ളൊരു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും മണിക്കൂറുകൾ എടുക്കും എന്നുള്ള കാര്യം തന്നെയാണ്. വലിയൊരു അപകടം തന്നെയാണ് ഇന്നലെ രാത്രി ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത്. എസ്കെ, ഓക്കെ, താങ്ക് യു. എന്തായാലും കെട്ടിടത്തിൽ അപകടത്തിൻ്റെ കൂടുതൽ വാർത്തകളാണ് രാവിലെ വരുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.